സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ബോധ്യപ്പെട്ട ഇടതുപക്ഷം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ബോംബ് നിർമ്മാണം നടത്തി ജനങ്ങളെ ഭീതിയിലാക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം. ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് ആകസ്മികമായി പൊട്ടിത്തെറിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ലോകമറിയുമായിരുന്നു. അവിടെ നിർമ്മിക്കുമ്പോൾ പൊട്ടിത്തെറി ലോകമറിഞ്ഞു. എവിടെയൊക്കെ ഇത് നിർമ്മിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഉറച്ചു സംശയിക്കുന്നു, ഈ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോംബ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തറിഞ്ഞത്. എന്തിനാണ് ഈ ബോംബ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ലെക്സ് ബോർഡ് അടിക്കും, പോസ്റ്റർ അടിക്കും, അതുപോലെ അഭ്യർത്ഥന അടിക്കും. അതുപോലെ നിർമ്മിക്കേണ്ടതാണോ ബോംബ്? ഇത് CPM-ൻ്റെ നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടുകൂടിയെന്നാണ് ഞങ്ങൾ കൃത്യമായി അവകാശപ്പെടുന്നതും ഞങ്ങൾ പറയുന്നതും. രണ്ടാമത്, സ്ഥാനാർത്ഥി ശൈലജ പറഞ്ഞിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ ശൈലജ ടീച്ചറോട് ചോദിക്കുന്നു, മരുതോങ്കരയിലെ ജാനകിക്കാട് അമ്പലത്തിൽ വെച്ച് ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ചെമ്പട എന്ന് പറയുന്നൊരു കൂട്ടരാണ് ഒരു ഷാഫി പറമ്പിൽ തടയുന്നതും അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും. ശൈലജയുടെ ചെമ്പട എന്നതിൻ്റെ പേരും ഈ മരണപ്പെട്ട വ്യക്തിയും കൈപ്പത്തി പോയവനും ഇന്നലെ അറസ്റ്റിലായവനും അതേ ചെമ്പടയുടെ ഭാഗമായിരുന്നു, ഈ ചെമ്പടയുടെ ഭാഗമായിരുന്നു. പിന്നെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയണത്. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ ശൈലജ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ചോദിക്കുന്നു. ഇന്നത്തെ പ്രമുഖമായ മാധ്യമങ്ങളൊക്കെ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നിട്ടുണ്ട്. ആ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ശൈലജ ടീച്ചർ തയ്യാറാവുമോ? പാർട്ടിക്ക് ബന്ധമില്ല, അവർ പാർട്ടിക്കാരല്ലെന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ന് CPM-കാരെ അറസ്റ്റ് ചെയ്യുമെന്ന് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ശൈലജ ടീച്ചർ തയ്യാറാവുമോ? അതുപോലെ തന്നെ രണ്ടാമത്, ഈ പരിക്കേറ്റവനെയും മരണപ്പെട്ടവനെയും കൊണ്ടുപോകാൻ ആശുപത്രിയിൽ കൊണ്ടുപോയതിനെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത കുറേ പരിസരത്തെ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെ പുറത്താക്കാൻ CPM തയ്യാറാവുമോ? അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത് നടന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല.